നമ്മുടെ അടുത്തുള്ള ജംഗ്ഷനിലേക്ക് നമുക്കൊന്ന് പോകണമെങ്കിൽ നമുക്ക് നടന്നു പോകാം, സൈക്കിളിൽ പോകാം, സ്കൂട്ടറിൽ പോകാം, ബൈക്കിൽ പോകാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ജില്ലയിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ബസ്സിൽ പോകാം, അല്ലെങ്കിൽ ട്രെയിനിൽ പോകാം, അല്ലേ? അടുത്ത സ്റ്റേറ്റിലേക്കാണെങ്കിലും ട്രെയിനിൽ പോകാം, അല്ലെങ്കിൽ എയ്റോപ്ലെയിനിൽ പോകാം. മറ്റൊരു രാജ്യത്തേക്കാണെങ്കിൽ തീർച്ചയായിട്ടും എയ്റോപ്ലെയിൻ തന്നെയായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അങ്ങനെ നമ്മുടെ യാത്രകൾക്കനുസരിച്ച് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വ്യത്യസ്തമാകുന്നു പോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരിയഡ് ഡ്യൂറേഷൻ അനുസരിച്ച് നമ്മുടെ സെലക്ഷൻ ഓഫ് ഫണ്ടുകളും നമ്മുടെ അസറ്റ് അലോക്കേഷനും വ്യത്യസ്തമായിരിക്കണം. അല്ലാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും പലപ്പോഴും അപകടം സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്വന്തമായിട്ടൊക്കെ തന്നെയും മ്യൂച്വൽ ഫണ്ട് SIP ഒക്കെ ചെയ്യുന്നവർ പലപ്പോഴും കാണിക്കാറുള്ളത് ജംഗ്ഷനിലും എയ്റോപ്ലെയിൻ വിളിച്ചു പോകുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് ഓരോ ഫണ്ടും എന്തിനുള്ളതാണെന്നും എത്ര നാളത്തേക്കാണ് ഡ്യൂറേഷൻ എന്നും നമ്മുടെ ഗോൾ എന്തോ ആണെന്നും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ദയവ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.